ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിതാ ക്യാരറ്റും ബീട്രൂട്ടും 2 മുട്ടയും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ക്യാരറ്റും ബീട്രൂട്ടും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും വേവായിട്ടുണ്ട്. പാകത്തിന് കറക്റ്റായിട്ട് വേവായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വേപ്പില, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്. ആ തേങ്ങ ഒന്ന് ഒതുക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 4 ചീനമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീനമുളക് ഇല്ലെങ്കിൽ സാധാ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒതുക്കി വരാം. തേങ്ങ ഞാനെന്താ ഇതുപോലെ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയെന്ന് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എല്ലാം സവോളയും പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളി എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു തോരനാണ് കേട്ടോ. ക്യാരറ്റ് ബീട്രൂട്ട് എൻ്റെ മുട്ട വെച്ചിട്ടുള്ള ഈ തോരൻ എല്ലാവർക്കും, നല്ല കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുമല്ലോ, ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും ഒക്കെ വീട്ടിലെപ്പോഴും ഉണ്ടാവും, അതുപോലെ മുട്ട ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനിയും ഞങ്ങളെ ഇതേപോലെ തന്നെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും. അപ്പോൾ സവോളയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. ഈ മസാലയൊക്കെ ഒന്ന് നീക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 കോഴിമുട്ട ഇട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഇത് നമ്മൾ ഒതുക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്ക് മുട്ട നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ആക്കാം കേട്ടോ. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ക്യാരറ്റും ബീട്രൂട്ടും ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു തോരനാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ മതി, ഒരു നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില കുട്ടികൾക്കൊന്നും ക്യാരറ്റും ബീട്രൂട്ടും അങ്ങനെയൊന്നും ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർക്ക് ഇതേപോലെ തോരൻ ഉണ്ടാക്കി കൊടുത്താൽ മുട്ടൊക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ചില ദിവസങ്ങളൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം.